കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു വെസലിൽ ഓക്സിജൻ ഗ്യാസ് എടുക്കുന്നു എന്ന് പരിഗണിക്കുക. അതേ പ്രഷറിൽ അതേ വെസലിൽ ആർഗൺ ഗ്യാസ് വേറെ എടുക്കുന്നു എന്ന് പരിഗണിക്കുക. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഗ്യാസ് എടുക്കുമ്പോൾ ഓക്സിജൻ്റെ പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണ് എന്ന് കരുതുക. അതേ ടെമ്പറേച്ചറിൽ ആർഗൺ ഗ്യാസ് എടുക്കുമ്പോൾ അവിടെയും പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണ് എന്ന് കരുതുക. അടുത്തതായി ഈ വെസലിൽ അതേ ടെമ്പറേച്ചറിൽ ഈ രണ്ട് ഗ്യാസിൻ്റെയും മിക്സർ അത് രണ്ടും കൂടി കൂട്ടിക്കലർത്തി എടുക്കുന്നു എന്ന് കരുതുക. അവിടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും ആർഗണിൻ്റെയും പ്രഷറിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. ഇവിടെ ഓക്സിജനും ആർഗണും രണ്ട് നോൺ റിയാക്റ്റീവ് അല്ലെങ്കിൽ പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഗ്യാസാണ്. അവ കൂട്ടിക്കലർത്തി എടുക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ പ്രഷർ പ്ലസ് ആർഗണിൻ്റെ പ്രഷർ ആയിരിക്കും. സോ ഇവിടെ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുക്കുമ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ പ്ലസ് 1 അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുക്കുമ്പോൾ പി ടോട്ടൽ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് പ്രഷർ ഓഫ് ആർഗൺ ആയിരിക്കും. ഇങ്ങനെ എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എടുക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ആ കമ്പോണൻ്റ് ഗ്യാസസിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദെയർ പാർഷ്യൽ പ്രഷേഴ്സ്. ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് എടുക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് കമ്പോണൻ്റ് ഗ്യാസസിൻ്റെ പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതാൻ സാധിക്കും. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു എ നമ്പർ ഓഫ് ഗ്യാസസ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് തേർഡ് കമ്പോണൻറ്റ് പ്ലസ് എക്സെട്ര അപ് ടു പി എൻ. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം. ഇവിടെ പി ടോട്ടൽ എന്നാൽ ടോട്ടൽ പ്രഷറാണ്. P1 P2 P3 എക്സെട്ര എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷേഴ്സാണ്. ഈ ലോ ഒബേ ചെയ്യുന്നത് നോൺ റിയാക്റ്റീവ് ഗ്യാസസിൻ്റെ മിക്സർ എടുക്കുമ്പോഴാണ്. അതേസമയം റിയാക്റ്റീവ് ഗ്യാസസിൻ്റെ മിക്സറാണ് എടുക്കുന്നതെങ്കിൽ, ഉദാഹരണമായി അമോണിയയും HCl എടുത്താൽ നമുക്കറിയാം ഇത് രണ്ടും റിയാക്റ്റ് ചെയ്ത് അമോണിയം ക്ലോറൈഡ് ഉണ്ടാകും. അങ്ങനെയുള്ള റിയാക്റ്റീവ് ഗ്യാസസിൻ്റെ മിക്സർ ഒരിക്കലും ഡാൾട്ടൺസ് ലോ ഒബേ ചെയ്യില്ല. ഡാൾട്ടൺസ് ലോയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കെമിസ്ട്രി ലാബിൽ ഒരു ഗ്യാസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പലപ്പോഴും വാട്ടറിലൂടെ പാസ് ചെയ്തതിന് ശേഷം ഒരു വെസലിൽ എടുത്തിരിക്കുന്ന വാട്ടറിൻ്റെ എബവ് ആയിരിക്കാം കളക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഗ്യാസ് ഡ്രൈ ആയിരിക്കില്ല, അതിൽ വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കും. സോ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ അഥവാ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷറും ഒപ്പം വാട്ടർ വേപ്പറിൻ്റെ പ്രഷറിൻ്റെയും സമ്മിന് തുല്യമായിരിക്കും. ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മെഷേർഡ് പ്രഷർ അഥവാ ടോട്ടൽ പ്രഷറിൽ നിന്നും വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ അഥവാ അക്വസ് ടെൻഷൻ ലോവർ ചെയ്യണം. നമുക്ക് എഴുതാൻ പറ്റും പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് പി ടോട്ടൽ അല്ലെങ്കിൽ മെഷേർഡ് പ്രഷർ മൈനസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ അഥവാ അക്വസ് ടെൻഷൻ. അക്വസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ആ വാല്യൂ പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ്. രണ്ട് ഗ്യാസസിൻ്റെ മിക്സർ എടുക്കുന്നു എന്ന് കരുതുക. അവയുടെ നമ്പർ ഓഫ് മോൾസ് N1 ആൻഡ് N2 എന്ന് പരിഗണിക്കുക.
കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് എടുത്തിരിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. ഇതിൽ നിന്നും റീഅറേഞ്ച് ചെയ്താൽ പാർഷ്യൽ പ്രഷർ പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി ആയിരിക്കും. ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് N1 എന്ന് പരിഗണിച്ചാൽ ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ P1 ഈസ് ഈക്വൽ ടു N1 RT ബൈ വി ആയിരിക്കും. രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് N2 എന്നെടുത്താൽ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ P2 ഈസ് ഈക്വൽ ടു N2 RT ബൈ വി ആയിരിക്കും. നമുക്കിവിടെ പി ടോട്ടൽ കാണാം. പി ടോട്ടൽ എന്നാൽ P1 പ്ലസ് P2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു N1 RT ബൈ വി പ്ലസ് N2 RT ബൈ വി ആണ്. RT ബൈ വി കോമൺ ആണ്. സോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു N1 പ്ലസ് N2 ഇൻറ്റു RT ബൈ വി. പി ടോട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ കമ്പോണൻസിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ സം ഇൻറ്റു RT ബൈ വി ആയിരിക്കും. അടുത്തതായി P1 ബൈ പി ടോട്ടൽ നമ്മൾ കാണുന്നു. P1 ബൈ പി ടോട്ടൽ. P1 എന്നാൽ N1 RT ബൈ വി ആണ്. ദെൻ പി ടോട്ടൽ എന്നാൽ N1 പ്ലസ് N2 ഇൻറ്റു RT ബൈ വി. N1 പ്ലസ് N2 ഇൻറ്റു RT ബൈ വി റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി ബൈ RT എന്ന് വരും. ഇവിടെ RT വി ആൻഡ് വി RT ക്യാൻസൽ ചെയ്യാം. സോ P1 ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു N1 ബൈ N1 പ്ലസ് N2 ആയിരിക്കും. ഇവിടെ N1 എന്നാൽ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ്, N1 പ്ലസ് N2 എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഒരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതിനെ നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു. സോ നമുക്ക് എഴുതാൻ പറ്റും P1 ബൈ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് Chi1 എന്ന്. ഇത് റീഅറേഞ്ച് ചെയ്താൽ P1 ഈസ് ഈക്വൽ ടു Chi1 ഇൻറ്റു പി ടോട്ടൽ. സിമിലർലി രണ്ടാമത്തെ കമ്പോണൻ്റെ പാർഷ്യൽ പ്രഷർ P2 ഈസ് ഈക്വൽ ടു Chi2 ഇൻറ്റു പി ടോട്ടൽ ആയിരിക്കും. ജനറലായി എഴുതുകയാണ് എങ്കിൽ ith കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ Pi ഈസ് ഈക്വൽ ടു Chi ഇൻറ്റു പി ടോട്ടൽ. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറിനെ ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. നമുക്ക് ഇതിൽ നിന്നും പ്രോബ്ലംസ് വരാറുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. പി ഐ ഈസ് ഈക്വൽ ടു Chi ഇൻറ്റു പി ടോട്ടൽ. പ്രോബ്ലം ശ്രദ്ധിക്കുക. എ ഗേഷ്യസ് മിക്സ്ചർ കണ്ടെയ്നിങ് 4.0 gram methane and 1.0 gram of H2 were enclosed in a vessel of 4 liter at 27 degrees Celsius. Calculate the total pressure. ഒരു വെസലിൽ 4 gram മീഥൈനും 1 gram ഹൈഡ്രജനും എൻക്ലോസ് ചെയ്തിരിക്കുന്നു. ആ വെസലിൻ്റെ വോളിയം 4 ലിറ്റർ ആണ്. അത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഡാൾട്ടൺസ് ലോ പഠിച്ചിരുന്നു. പി ടോട്ടൽ എന്നാൽ P1 പ്ലസ് P2 ആണ്. ഇവിടെ രണ്ട് കമ്പോണൻ്റ് ആണുള്ളത്, മീഥൈനും ഹൈഡ്രജനും. സോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് മീഥൈൻ പ്ലസ്
പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ആണ്. നമ്മൾ രണ്ട് കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷേഴ്സ് കണക്കാക്കണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചായിരുന്നു. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. മീഥൈൻ്റെ ആണ് എങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് മീഥൈൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4 ഇൻറ്റു ആർ ടി ബൈ വി എന്ന് എഴുതാം. ഇവിടെ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്കറിയാം, ടെമ്പറേച്ചർ നൽകിയിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് നൽകിയിട്ടില്ല. സോ രണ്ട് കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥൈൻ CH4 ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. CH4ൻ്റെ മാസ് 4.0 ഗ്രാം ആണ്, ഡിവൈഡഡ് ബൈ CH4ൻ്റെ മോളാർ മാസ് കാർബൺ 12 പ്ലസ് ഹൈഡ്രജൻ 1 ഇൻറ്റു 4, സോ 16 ആണ്. സോ 4 ഗ്രാം ബൈ 16 ഗ്രാം ഇറ്റ് ഈസ് ഈക്വൽ ടു 0.25 മോൾ. Similarly, number of moles of hydrogen it is equal to mass in grams 1.0 gram divided by H2 in the molar mass 1 into 2, so it is equal to 2 gram. 1 gram divided by 2 gram it is equal to 0.5 mole. ഇതിൽ നിന്നും നമുക്ക് മീഥൈൻ്റെ പാർഷ്യൽ പ്രഷർ കണക്കാക്കാൻ സാധിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് മീഥൈൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 0.25 ഇൻറ്റു ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അറ്റ്മോസ്ഫിയറിലുള്ള യൂണിറ്റ് എടുക്കുന്നു 0.082 ലിറ്റർ അറ്റ്മോസ്ഫിയർ, മോൾ ഇൻവേഴ്സ് 1 കെൽവിൻ ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ വോളിയം ഇറ്റ് ഈസ് 4 ലിറ്റർ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് മീഥൈൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 273 പ്ലസ് 27 ഇറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. 1.54 എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ ലിറ്ററും ക്യാൻസൽ ചെയ്യാം, മോൾ ഇൻവേഴ്സ് 1ഉം ഇവിടുത്തെ മോളും ക്യാൻസൽ ചെയ്യാം, കെൽവിൻ ഇൻവേഴ്സ് 1ഉം കെൽവിനും ക്യാൻസൽ ചെയ്യാം. സോ ഫൈനൽ ആൻസർ വിൽ ബി ഇൻ അറ്റ്മോസ്ഫിയർ. ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.5 മോളാണ്. Therefore partial pressure of hydrogen is equal to number of moles of hydrogen into R into T divided by V. Number of moles 0.5 ആണ്. 0.5 mol into gas constant 0.082 liter atmosphere, mol inverse 1 Kelvin inverse 1 into temperature 300 Kelvin divided by volume 4 liter. Its answer will be 3.08 atmosphere. 3.08 atmosphere. Then Dalton's law പ്രകാരം നമ്മൾ കണ്ടു പി ടോട്ടൽ എന്നാൽ മീഥൈൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ സം പ്ലസ് ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ ആണ്. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മീഥൈൻ്റെ പാർഷ്യൽ പ്രഷർ 1.54 atmosphere പ്ലസ് ഹൈഡ്രജൻ്റേത് 3.08 atmosphere. So its answer is 4.62 atmosphere. ഡാൾട്ടൺസ് ലോയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കാം. എ നിയോൺ ഡയോക്സിജൻ മിക്സ്ചർ കണ്ടെയ്ൻസ് 70.6 gram dioxygen and 167.5 gram neon. The total pressure of the mixture of gases is 25 bar. What is the partial pressure of neon and dioxygen? A neon dioxygen mixture ഒരു വെസൽ എടുത്തിരിക്കുന്നു. അവിടെ ഓക്സിജൻ്റെ മാസ് 70.6 ഗ്രാമും നിയോണിൻ്റേത് 167.5 ഗ്രാമുമാണ്. ടോട്ടൽ പ്രഷർ 25 ബാർ ആണ് എങ്കിൽ നിയോണിൻ്റെയും ഡൈഓക്സിജൻ്റെയും പാർഷ്യൽ പ്രഷേഴ്സ് കണ്ടെത്താനാണ്. പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള
ബന്ധം നമ്മൾ കണ്ടിരുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് പി ഐ ഈസ് ഈക്വൽ ടു കൈ ഐ ഇൻറ്റു പി ടോട്ടൽ ആണ്. അതായത് ടോട്ടൽ പ്രഷറിനെ ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ പാർഷ്യൽ പ്രഷർ കിട്ടും. നമ്മളിവിടെ ആദ്യം മോൾ ഫ്രാക്ഷനാണ് കാണേണ്ടത്. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ആണ്. സിമിലർലി മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ആണ്. നമുക്ക് ആദ്യം ഓക്സിജൻ്റെയും നിയോണിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണക്കാക്കണം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് 70.6 ഗ്രാം ഡിവൈഡഡ് ബൈ O2 16 ഇൻറ്റു 2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 32 ഗ്രാം. 70.6 divided by 32, it is equal to 2.21. Similarly, number of moles of neon, it is equal to given mass 167.5 gram divided by neon എന്ന് പറയുന്ന ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. സോ അതിൻ്റെ അറ്റോമിക് മാസും മോളാർ മാസും ഒരുപോലാണ്. സോ ഇറ്റ് ഈസ് 20 gram. 167.5 divided by 20, it is equal to 8.375. ഇതിൽ നിന്നും നമുക്ക് ഓക്സിജൻ്റെയും നിയോണിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണാൻ സാധിക്കും. ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ എന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 2.21 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 2.21 പ്ലസ് 8.375. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.21. സിമിലർലി നിയോണിൻ്റെയും മോൾ ഫ്രാക്ഷൻ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ, ഇറ്റ് ഈസ് ഈക്വൽ ടു 8.375 ഡിവൈഡഡ് ബൈ 2.21 പ്ലസ് 8.375. ഇറ്റ്സ് ആൻസർ ഈസ് 0.79. നമുക്ക് ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടിയാൽ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കാണാൻ വേണ്ടി 1ൽ നിന്നും ആ മോൾ ഫ്രാക്ഷൻ കുറച്ചാൽ മതിയാകും. സോ 1 മൈനസ് 0.21 ഈസ് ഈക്വൽ ടു 0.79. നമുക്ക് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കാണാൻ സാധിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് 0.21 ഇൻറ്റു ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 25 ബാർ ആണ്. So 0.21 into 25, it is equal to 5.25 bar. Similarly, partial pressure of neon, it is equal to mole fraction 0.79 into 25 bar. Its answer is 19.75 bar. നമ്മൾ ബോയിൽസ് ലോയും ചാൾസ് ലോയും അതേപോലെ ഗേ-ലുസാക്സ് ലോയും പഠിച്ചിരുന്നു. ഈ ലോസ് എല്ലാം എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആണ്. അതായത് സയൻറ്റിസ്റ്റ് പരീക്ഷണം നടത്തുമ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയത്തിന് അല്ലെങ്കിൽ പ്രഷറിന് എന്ത് ചേഞ്ച് വരുന്നു എന്ന് അവർ പരീക്ഷണം നടത്തി കണ്ടെത്തിയതാണ്. അവിടെ നമുക്കറിയാം പ്രഷർ അപ്ലൈ ചെയ്താൽ ഒരു ഗ്യാസ് കംപ്രസ് ചെയ്യപ്പെടും. അവിടെ ബൾക്ക് തലത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ലോ പ്രകാരം പറയുന്നത്. അതേസമയം പ്രഷർ അപ്ലൈ ചെയ്താലോ മറ്റോ മോളിക്കുലാർ ലെവലിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഇത് മോളിക്കുലാർ തലത്തിൽ വരുന്ന മാറ്റമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലെ പോസ്റ്റ്ലേറ്റ്സ് ഒന്നും എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് അല്ല, ഇത് തിയററ്റിക്കൽ മാത്രമാണ്. നമുക്കറിയാം ഗ്യാസ് ആണ് എങ്കിൽ അവിടെ ടൈനി ഗ്യാസ് മോളിക്യൂൾസ് ഫാർ ഡിസ്റ്റൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത്
അവ തമ്മിലുള്ള ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇതാണ്, ദ ആക്ച്വൽ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ ടു ദ എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മാത്രം വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. ഈ പോസ്റ്റുലേറ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായി സാധിക്കും ഗ്യാസസ് കംപ്രസിബിൾ ആണ് എന്നത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഗ്യാസസിനെ നമുക്ക് കംപ്രസ് ചെയ്യാനായി സാധിക്കുന്നത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്, ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സാധാരണ ടെമ്പറേച്ചറിലും പ്രഷറിലും ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു രീതിയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് ഒട്ടുമില്ലാത്തത് കൊണ്ടാണ് ഗ്യാസിന് ഈസിയായി എക്സ്പാൻഡ് ചെയ്യാനും അതിനെ ഡിഫ്യൂസ് ചെയ്യാനും സാധിക്കുന്നത്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്, ഗ്യാസ് മോളിക്യൂൾസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റ് ആൻഡ് റാൻഡം മൂവ്മെൻറ്റിലായിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റൻറ്റ് ആൻഡ് റാൻഡം മോഷൻ. ഇത് എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുവാണ്. അത് റാൻഡമായി, അതായത് ഏതു ഡയറക്ഷനിൽ വേണമെങ്കിലും ചലിക്കാം. ഇങ്ങനെ ചലിക്കുമ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും അല്ലെങ്കിൽ കൂട്ടിയിടിക്കും. ബട്ട് ദാറ്റ് കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഫോർത്ത് പോസ്റ്റുലേറ്റ് ഇതാണ്, ദ കൊളീഷൻസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. കൊളീഷൻസ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് അതിൻ്റെ എനർജി ഒരിക്കലും ലോസ് ചെയ്യാറില്ല. ദെൻ ഡിഫറെൻ്റ് ഗ്യാസ് മോളിക്യൂൾസ് ഹാവ് ഡിഫറെൻ്റ് സ്പീഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് സാമ്പിൾ എടുത്താൽ അതിലെ ഗ്യാസ് മോളിക്യൂൾസിന് എല്ലാത്തിനും ഒരേപോലത്തെ സ്പീഡായിരിക്കില്ല, അവിടെ ഡിഫറെൻ്റ് സ്പീഡായിരിക്കും. ദെൻ ദ സ്പീഡ് ഓർ ദ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡ് കൂടുന്നു. ഈ പറഞ്ഞ പോസ്റ്റുലേറ്റ് എല്ലാം എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് അല്ല, അത് തിയററ്റിക്കൽ ബേസിസിൽ മാത്രം ഉണ്ടാക്കിയതാണ്.